السلام عليكم ورحمة الله وبركاته. الحمد لله الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. നമുക്ക് ഇനി എത്ര ചാപ്റ്റേഴ്സും കൂടി ഉള്ളത്? 16, 22 ചാപ്റ്റേഴ്സ് അല്ല, 23. അപ്പൊ ഇനി കുറച്ചും കൂടി കഴിഞ്ഞ എക്സാം ആയിട്ടോ. ഇന്ന് അല്ലെങ്കിൽ ഇനി അടുത്ത ക്ലാസ്സും കൂടി ഉണ്ടാവുള്ളൂ. അപ്പൊ എക്സാം ആണ്, പഠിക്കാൻ തുടങ്ങാം എല്ലാവരും. നമ്മള് 15 വരെ എടുത്ത് ഇനി 16-ാമത്തെ ചാപ്റ്റർ ആണ്. 15-ാമത്തേൽ എന്തേലും എടുത്തത്? നമ്മള് കൊറേ അൻതിൻ്റെത് അൻതുന്നാന്ന് പറഞ്ഞ് അങ്ങനെ ദഹത്തി അതിന്റെ പഠിച്ച്, പിന്നെ കപിലബാധക്ക് ശേഷം വന്ന എന്താ ചെയ്യാ വരുന്നത്? കസ്ര. കാരണം ഇലാഫത്ത് ആയതുകൊണ്ട് കസ്ര. ഇനി അടുത്തത് പഠിക്കാൻ പോകുന്നത് നമ്മള് ആക്കില് ഒയറാക്കില് പഠിച്ചില്ലേ? ആക്കില് പറഞ്ഞാൽ എന്താണ്? ബുദ്ധി ഉള്ളത്. ഒയറാക്കിൽ എന്ന് പറഞ്ഞാല് ബുദ്ധി ഇല്ലാത്തത്. ബുദ്ധി ഉള്ളത് പറഞ്ഞാൽ കാറ്റഗറിയിൽ എന്തൊക്കെ പെടും? മനുഷ്യന്മാര് മാത്രം. മനുഷ്യന്മാര്, പിന്നെ ഏഞ്ചൽസ് പറയുമ്പോ മലക്കുകള്. പിന്നെ ഒയറാക്കിൽ എന്ന് പറഞ്ഞാല് ബുദ്ധി ഇല്ലാത്തത് പറഞ്ഞാല് മൃഗങ്ങള്, പിന്നെ നോൺ ലിവിങ് തിങ്സ്, അതൊക്കെയാണ് അതിൽ പെടുക. അതായത് ജീവനില്ലാത്ത സാധനങ്ങൾ പറയുമ്പോ അങ്ങനെ പറയില്ല, വസ്തുക്കള്, പിന്നെ മൃഗങ്ങള്, അങ്ങനത്തെ തരത്തിലുള്ള അതിനാണ് എന്ത് പറയാ, ബുദ്ധി ഇല്ലാത്തത് പറയാ. അപ്പൊ ഇതിന്റെ കൂടെ വരുമ്പോ എങ്ങനെയാന്ന് ചോദിക്കും. ഇവിടെ ഫസ്റ്റ് സെന്റൻസ് നോക്കി, ഹാദ തോലിബുൻ ജദീദ്. ഇത് നമ്മൾ പഠിച്ചതാണ്. ഹാദ ഇവിടെ തോലിബുൻ പറഞ്ഞാൽ എന്താണ്? ഒരു ബുദ്ധിയുള്ള ആളല്ല. തോലിബുൻ പറഞ്ഞ വിദ്യാർത്ഥി. അപ്പൊ അത് ബുദ്ധിയുള്ള ഇതിലും കാറ്റഗറിയിൽ പെടുന്നതാണ്. അപ്പൊ തോലിബുൻ വിദ്യാർത്ഥി. അപ്പൊ തോലിബിനെ സൂചിപ്പിക്കാൻ വേണ്ടിട്ട് ഏത് ഇസ്മുൽ ഇഷാറാണ് ഉപയോഗിച്ചത്? ഹാദ തോലിബുൻ. അപ്പൊ ജദീദ് എന്താണ്? ജദീദ് എന്താ ഇവിടെ? നേരത്തെ തന്നെ സിഫത്താണ്. നിങ്ങൾക്ക് എന്താ ഒരു ആലോചന? കഴിഞ്ഞ ക്ലാസ് നല്ലോ പറഞ്ഞല്ലേ? ഇനി ആലോചിക്കാനും പാടില്ല. അപ്പൊ എന്താണ്? നേരത്താണ് അഥവാ സിഫത്താണ്. എന്ത്? തോലിബിന്റെ സിഫത്താണ്. അപ്പൊ നിങ്ങൾ നോക്കിയാൽ ഇവിടെ കാണാം, തോലിബ് എന്താണ്? ജീവനുള്ള ഒരു ഹ്യൂമൻ ബീങ് ആണ്. അതിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് ഹാദാണ് ഉപയോഗിച്ചത്. തോലിബിന്റെ സിഫത്ത് നാമവിശേഷണം എന്താണ്? ജദീദാണ്. എല്ലാം സെയിം അല്ല. തോലിബ് ജദീദ് 4 കാര്യത്തില് യോജിച്ച് വന്നിട്ടുണ്ട്. തോലിബ് ഒരു പുല്ലിംഗ ആയതുകൊണ്ട്, തോലിബ് എന്നുള്ളത് ഒരു പുല്ലിംഗല്ലേ? അപ്പൊ അതിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് ഹാദ എന്നുള്ള പുല്ലിംഗ ഇസ്മുൽ ഇഷാറയാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി അടുത്ത സെന്റൻസ് നോക്കി, അത് ഏകവചനാണ്, മുഫ്രദ്. ഇനി ജമ്മ് പ്ലൂറല് അഥവാ ബഹുവചനം. ഹൗലായി തുല്ലാബുൻ ജുദുദുൻ. ഇവിടെ തുല്ലാബ് എന്നുള്ളത് എന്തായിട്ടാ വന്നത്? ജമ്മായിട്ട് ബഹുവചനായിട്ടാണ് വന്നത്. തുല്ലാബുൻ പറഞ്ഞത് വിദ്യാർത്ഥികൾ. അപ്പൊ വിദ്യാർത്ഥികൾ. അപ്പൊ നമ്മള് ഹാദന്റെ പ്ലൂറൽ, ഹാദന്റെ ഹാദിന്റെ പ്ലൂറൽ എന്താ പറഞ്ഞത്? ഹാവുലായി. അത് പുല്ലിംഗാണെങ്കിലും സ്ത്രീലിംഗാണെങ്കിലും നമ്മള് ഹാവുലായി ആണ് ഉപയോഗിക്കുക. അപ്പൊ ഇവിടെ തുല്ലാബ് എന്നുള്ളത് എന്താണ്? ബഹുവചനാണ്. അപ്പൊ അതിനെ സൂചിപ്പിക്കാൻ വേണ്ടിട്ട് ഏത് ഇസ്മുൽ ഇഷാറയെ ഉപയോഗിക്കേണ്ടത്? ഹാവുലായി. അവിടെ ഇനി തുല്ലാബ് തോലിബാത്ത് ആണെങ്കിലും എന്താ ഉപയോഗിക്കുക? ഹാവുലായി ആണ് ഉപയോഗിക്കുക. കാരണം എന്താണ്? ഹാദന്റെയും ഹാദിന്റെയും ബഹുവചനം ഹാവുലായി ആണ്. അതിനൊരു മാറ്റമില്ല. അപ്പൊ ഇവിടെ തുല്ലാബിനായതുകൊണ്ട് അതിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഉപയോഗിച്ചത് ഇസ്മുൽ ഇഷാറ ഹാവുലായി ആണ്. ഇവിടെ തുല്ലാബ് എന്താണ്? അത് ശ്രദ്ധിക്കണം. ഇവിടെ തുല്ലാബുൻ ബഹുവചനാണ്, അതുകൊണ്ട് ഹാവുലായി ബഹുവചനായി. രണ്ടാമത്തെ കാര്യം, തുല്ലാബ് എന്നുള്ളത് ഹ്യൂമൻ ബീങ് ആണ്, ആക്കിലിന്റെ കാറ്റഗറിയിൽ പെട്ടതാണ്. അപ്പൊ അതുകൊണ്ട് ഹാവുലായി എന്നുള്ളത് തന്നെ ഉപയോഗിച്ച്. ഇനി ജുദുദ് എന്നുള്ളത് എന്താണ്? അതെനിക്കറിയാം. ഞാൻ എന്താണ് ചോദിക്കണം? മനൂത്തല്ല, തുല്ലാബിന്റെ നകത്താണ് അഥവാ സിഫത്താണ് എന്ത്? ജുദൂദ് എന്നുള്ളത്. അപ്പൊ തുല്ലാബും ജുദൂദ് 4 കാര്യത്തിൽ യോജിച്ച് വന്നില്ലേ? 4 കാര്യത്തിൽ. നേരത്തെ നമ്മൾ പറഞ്ഞ മുഫ്രദിലും ജംഇലും നകത്ത് മനൂത്ത് 4 കാര്യത്തിൽ യോജിച്ച് വന്നു. ഇനി അതിന്റെ അത് നോക്കിയേ, ഹാദാ തോലിബുൻ ജദീദുൻ.
ഇത് ഒരു പുതിയ വിദ്യാർത്ഥിയാകുന്നു. അപ്പൊ എന്താണ് അതിന്റെ ആൻസർ പറഞ്ഞത്? അത് ഈ പ്രോനൗൺ ആക്കി പറയാണ്. അപ്പൊ ഹാദ എന്നുള്ളത് എന്തായി? ഹുവ മീൻ അമേരിക്ക, അവൻ എന്താണ്? അമേരിക്കയിൽ നിന്നുള്ളതാണ്. അപ്പൊ ഹാദ എന്നുള്ളത് എന്താണ്? പിന്നെ ഹാദ ഇതെന്താണ്? ഒരു പുതിയ വിദ്യാർത്ഥിയാകുന്നു. ഇനി തോലിബ് എന്നുള്ളത് ഇവിടെ എന്താണ്? തോലിബിന്റെ ലൊമിയറാണ് എന്ത്? ഹുവ എന്നുള്ളത് അല്ലേ? അതെ. തോലിബിനാണ് ഇവിടെ ഹുവ എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഹുവ എന്നായി. ഇനി അടുത്ത സെന്റൻസ് നോക്കി, ഹാവുലായി തുല്ലാബുൻ ജുദുദ്. ഈ കൂട്ടർ എന്താണ്? പുതിയ വിദ്യാർത്ഥികൾ ആണ്, പുതിയ വിദ്യാർത്ഥികളാണ്. അപ്പൊ ഇവിടെ തുല്ലാബ് എന്നുള്ളത് ജം ആയതുകൊണ്ട് എന്താണ്? ഹുവന്റെ ജം എന്താണ്? ബഹുവചനം ഹും. അഹം. അപ്പൊ എന്താണ് ഇവിടെ? തുല്ലാബിനാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്? സൂചിപ്പിക്കുന്നത് ഹും എന്നുള്ളത്. ഈ ഹും എന്നുള്ള സൂചിപ്പിക്കുന്നത് തുല്ലാബിനാണ്. അപ്പൊ ഹും മീൻ അമേരിക്ക, അവർ അമേരിക്കയിൽ നിന്നാണ്. ഇനി അടുത്തതാണ് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും, അതിനോടാണ് ഞാൻ അത്രയും എക്സ്പ്ലെയിൻ ചെയ്തത്. അടുത്ത സെന്റൻസ് നോക്കി, ഈ തോലിബും തുല്ലാബും ഒക്കെ ഹ്യൂമൻ ബീങ് ആക്ടിലിന്റെ കാറ്റഗറിയിൽ പെട്ടതാണ്. അഥവാ ഇത് ജീവനുള്ള പറഞ്ഞാല് ഹ്യൂമൻ ബീങ് ആണ് അല്ലെ? തോലിബിന് വിദ്യാർത്ഥി പറഞ്ഞ ഒരു ഹ്യൂമൻ ബീങ് ആണ്, തുല്ലാബിന് വിദ്യാർത്ഥികൾ. ഇനി അടുത്ത് നോക്കിയാൽ മുഫ്രദ് സിംഗുലർ ആണ്. ഹാദ കിതാബുൻ ജദീദ്. അപ്പൊ ഇതിൽ എന്തെങ്കിലും വ്യത്യാസം കണ്ടത്? കിതാബ് എന്നുള്ളത് എന്താണ് ഇതില്? ഏകവചനം. ഏകവചനല്ല. കിതാബ് എന്നുള്ളത് എന്താണ്? ഏത് കാറ്റഗറിയിൽ പെട്ടതാ? എങ്ങനെ? ബുദ്ധി ഇല്ലാത്തത് അഥവാ ഒയറ് ആക്ടിന്റെ കാറ്റഗറിയിൽ പെട്ടതാണ്. അപ്പൊ നിങ്ങൾ നല്ലോണം ശ്രദ്ധിക്കേണ്ടത്, മുഫ്രദിൽ ഒരു വ്യത്യാസവും ഇല്ല. ഹാദ കിതാബുൻ ജദീദ്. കിതാബ് എന്നുള്ളത് എന്താണ്? സ്ത്രീലിംഗാണോ പുല്ലിംഗാണോ? പുല്ലിംഗം. അപ്പൊ കിതാബ് പുല്ലിംഗ ആയതുകൊണ്ട് അതിനെ സൂചിപ്പിക്കാൻ വേണ്ടിട്ട് ഏത് ഇസ്മുഷാറ ഉപയോഗിച്ചത്? ഹാദ. കാരണം എന്താണ്? കിതാബ് പുല്ലിംഗ ആയതുകൊണ്ട് ഹാദാന്ന് ഉപയോഗിച്ച്. ഇനി അതിന്റെ ഇതെന്താണ്? ജദീദ് എന്നുള്ളത് എന്താണ്? പുല്ലിംഗം. അതല്ലേ ഞാൻ ചോദിക്കുന്നത്. സിഫത്ത് അഥവാ നഅത്ത്. കിതാബിന്റെ നഅത്താണ് ജദീദ് എന്നുള്ളത്. അപ്പൊ ഹാദ കിതാബുൻ ജദീദ്. അപ്പൊ എന്താ എടുക്കണം? ഈ കിതാബിന് അപ്പൊ എന്താണ് ഇവിടെ ജദീദിന് വരാൻ കാരണം എന്താണ്? കിതാബ് എന്താണ്? പുല്ലിംഗ ആയതുകൊണ്ട് ജദീദിന് എന്താണ്? പുല്ലിംഗാണ്. കിതാബിന് എന്താണ്? ഇൻഡെഫിനിറ്റ് ആയതുകൊണ്ട് ഇതും ഇൻഡെഫിനിറ്റ് ആണ്. ഇതിന്റെ അടയാളം തെൻവീനുള്ള ലമ്മാണ്, ഇതും തെൻവീനുള്ള ലമ്മാണ്. ഇത് ഏകവചനാണ്, ഇതും ഏകവചനാണ്. 4 കാര്യത്തിൽ സിഫത്തു മൗസൂഫ് യോജിച്ചു വന്നില്ലേ? അപ്പൊ ഇവിടെ ഒന്നാമത് ശ്രദ്ധിക്കേണ്ടത് കിതാബ് എന്നുള്ളത് എന്താണ്? ഒയറ് ആക്ടിന്റെ കാറ്റഗറിയിൽ പെട്ടതാണ്. അപ്പൊ ഇത് കിതാബ് എന്നുള്ളത് എന്താണ്? പുല്ലിംഗ ആയതുകൊണ്ട് ഹാദാന്ന് ഉപയോഗിച്ച്. ഇനി എന്താണ്? ഹുവ മീൻ അമേരിക്ക. അപ്പൊ ഈ ഹുവ എന്ന് ഉദ്ദേശിക്കുന്നത് അവിടെ എന്താണ്? അത് പുസ്തകത്തിന്. പുസ്തകത്തിനാണ്. ഇറ്റ് ഈസ് ഫ്രം അമേരിക്ക. അമേരിക്കയിൽ നിന്നാണ് എന്ത്? ഇത് ഏത്? കിതാബ്. ഇവിടെ ഇറ്റ് ഞാൻ ഉപയോഗിക്കാൻ കാരണം എന്താണ്? ഈ എന്തുകൊണ്ട് പറഞ്ഞില്ല? കിതാബ് എന്താണ്? ഒരു സാധനാണ്, ഒരു തിങ്ങാണ്. ഇനി അടുത്ത അപ്പൊ ഏകവചനത്തിൽ ഒരു വ്യത്യാസവും ഇല്ല. ഇനി ബഹുവചനം പറയുമ്പോൾ, അതായത് ഒയറ് ആക്ടില് ബഹുവചനമായിട്ട് വരുമ്പോഴാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അഥവാ സിഫത്ത് മൗസൂഫിൽ അതിന് ഇസ്മുലിഷാർ ഉപയോഗിക്കുമ്പോഴൊക്കെ ഒയറ് ആക്ടിലത് പെടും. അതായത് ഒയറ് ആക്ടില് ബഹുവചനമായിട്ട് വരുമ്പോ ആണ് ശ്രദ്ധിക്കേണ്ടത്. ഇനി അടുത്ത കിതാബിന്റെ ജം എന്താണ്? കുത്തുബുൻ. അപ്പൊ ഇവിടെ എന്താണ്? ഹാദിഹി കുത്തുബുൻ ജദീദത്തുൻ. അപ്പൊ ഇവിടെ കുത്തുബ് എന്നുള്ളത് ബഹുവചനാണ്. പിന്നെ അതെന്താണ്? കിതാബിന്റെ ബഹുവചനാണ് എന്ത്? കുത്തുബുൻ. കുത്തുബുൻ. അപ്പോ ഈ കുത്തുബുൻ എന്നുള്ളത് എന്താണ്? ഒയറ് ആക്ടിലാണ്, അഥവാ ബുദ്ധി ഇല്ലാത്തതാണ്, ഒരു തിങ്ങാണ്, ഒരു സാധനമല്ല. ഇതിന് ബുദ്ധി ഇല്ലാത്തതാണ്, ബുദ്ധി ഇല്ലാത്ത കാറ്റഗറിയിലാണ് പെടുന്നത്. അപ്പൊ അതിനെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഇസ്മുലിഷാർ എന്തായിരിക്കണം? ഏകവചനമായിരിക്കണം. ഹാദിഹി എന്നല്ല, ഏകവചനമായിരിക്കണം, സ്ത്രീലിംഗമായിരിക്കണം. അതായത് ഒരു ഒയറ് ആക്ടിൽ പെടുന്ന ഒരു സാധനത്തിനെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഇസ്മുലിഷാർ എന്തായിരിക്കണം? ഏകവചനായിരിക്കണം, സ്ത്രീലിംഗായിരിക്കണം. അപ്പൊ ഹാദന്റെ സ്ത്രീലിംഗാണ് എന്ത്? ഹാദിഹി. ഹാദിഹി സ്ത്രീലിംഗാണ്. ഹാദിഹി പിന്നെന്താണ്? സിംഗുലർ അല്ല? അതെ. സിംഗുലർ. അപ്പൊ ഇവിടെ അതായത് കുത്തുബ് എന്നുള്ളത് ഒരു ജീവനില്ലാത്ത ഒയറ് ആക്ടിന്റെ കാറ്റഗറിയിൽ പെടുന്നതുകൊണ്ട് നമ്മൾ എന്ത് ഉപയോഗിച്ചില്ല? ഹാവുലായി ഉപയോഗിച്ചില്ല. ഹാവുലായി കുത്തുബിൻ എന്നാണ് ഇവിടെ പറഞ്ഞത്. കുത്തുബിൻ ബഹുവചനായതുകൊണ്ട്
അല്ല. വന്നിരിക്കുന്നത്. ഹാദി കാരണം എന്താണ്? കുത്തുബ് എന്നുള്ളത് എന്താണ്? ഒരു ജീവനില്ലാതെ പറയാൻ പറ്റൂല, ബുദ്ധി ഇല്ലാത്ത കാറ്റഗറിയിൽ പെട്ടതാണ്. അപ്പൊ അതിന്റെ ഇസ്മുൽ ഇഷാറ എന്തായിരിക്കണം? ഏകവചനം ആയിരിക്കണം, സ്ത്രീലിംഗം ആയിരിക്കണം. അപ്പൊ ഹാദിഹി ഉപയോഗിച്ച് ഇതിനുള്ളത് കുത്തുബ്. ഇനി കുത്തുബ് എന്നുള്ളതിന്റെ സിഫത്ത് പറയുമ്പോഴാണ് ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ നേരത്തെ എന്താ പറഞ്ഞത്? സിഫത്ത് മൗസൂഫ് 4 കാര്യത്തിൽ യോജിച്ച് വരണം. പക്ഷെ ഓയർ ആക്കിലിന്റെ കാറ്റഗറിയിൽ പെടുന്ന സിഫത്ത് പറയേണ്ടത് എങ്ങനെയാണ്? ഏകവചനമായിരിക്കണം, സ്ത്രീലിംഗമായിരിക്കണം. നമ്മളിപ്പോ നേരത്തെ ഇസ്മുൽ ഇഷാറിന്റെ പറഞ്ഞ മാതിരി തന്നെ ഇതിന്റെ സിഫത്ത് എന്തായിരിക്കണം? അഥവാ ഓയർ ആക്കിലിന്റെ കാറ്റഗറിയിൽ പെടുന്ന ഇതിനെ സിഫത്ത് പറയുമ്പോ അതിന്റെ സിഫത്ത് എന്തായിരിക്കണം? ഏകവചനായിരിക്കണം, പിന്നെ എന്തായിരിക്കണം? സ്ത്രീലിംഗമായിരിക്കണം. ഇപ്പൊ നമ്മളിവിടെ നേരത്തെ ഹാവുലായി തുല്ലാബുൻ ജുദുദ്, അപ്പൊ ഇവിടെ തുല്ലാബിന് ബഹുവചനായി, ഇപ്പൊ ജുദുദിൻ ബഹുവചനായി. തുല്ലാബിന് പുല്ലിംഗ് ആയതുകൊണ്ട് ജുദുദിൻ പുല്ലിംഗായി അല്ലേ? ഇത് ഇൻഡെഫിനിറ്റ് ആണ്, ഇതും ഇൻഡെഫിനിറ്റ് ആണ്, അവസാനത്തെ അടയാളം സെയിം. പക്ഷെ ഇവിടെ നോക്കി, ഇവിടെ കുത്തുബ് എന്നുള്ളത് എന്താണ്? ഇവിടെ തുല്ലാബ് എന്നുള്ളത് ഒരു ഹ്യൂമൻ ബീങ് ആണ്. പക്ഷെ കുത്തുബ് എന്നുള്ളത് എന്താണ്? ഒരു ബുദ്ധി ഇല്ലാത്ത സാധനമാണ്. അപ്പൊ കുത്തുബ് എന്നുള്ളതിന്റെ സിഫത്ത് പറയുമ്പോ എന്തായിരിക്കണം? അവിടെ ഈ നിയമം ആലോചിക്കരുത്. ഇവിടെ പ്രത്യേകമായിട്ടുള്ള നിയമമാണ്. കുത്തുബ് അതായത് ഓയർ ആക്കിലിന്റെ കാറ്റഗറിയിൽ പെടുന്നതിന്റെ സിഫത്ത് പറയുമ്പോ എന്തായിരിക്കണം? ഏകവചനായിരിക്കണം, സ്ത്രീലിംഗായിരിക്കണം. അതിന്റെ ഇസ്മുൽ ഇഷാറ പറയുമ്പോഴും അങ്ങനെ തന്നെ ഏകവചനായിട്ട് സ്ത്രീലിംഗായിരിക്കണം. അപ്പൊ കുത്തുബ് എന്നുള്ളത് ബഹുവചനായിട്ട് ആദ്യം ആലോചിക്കാതെ കൊണ്ടിട്ട് എന്ത് വെക്കരുത്? അവിടെ ഹാവുലായും ചുതുന്നൊന്നും വെച്ച് കൊടുക്കരുത്. അപ്പൊ എന്താ ക്വസ്റ്റ്യൻ നമ്മൾ പറയുമ്പോഴും എഴുതുമ്പോഴൊക്കെ നല്ല ശ്രദ്ധിക്കുക. കുത്തുബ് എന്നുള്ളത് എന്താണ്? അപ്പൊ നിങ്ങൾക്ക് തെറ്റൂല. ബഹുവചനം പറയുമ്പോഴാണ് ശ്രദ്ധിക്കേണ്ടത്. ഏകവചനം പറയുമ്പോൾ പ്രശ്നമില്ല. ബഹുവചനം പറയുമ്പോൾ ഓയർ ആക്കിലിന് ബഹുവചനം പറയുമ്പോഴാണ് ഈ നിയമം ശ്രദ്ധിക്കേണ്ടത്. ഇനി നോക്കി, ഹാദിഹി കുത്തുബുൻ ജദീദത്തുൻ. അപ്പൊ അതെ, ഇവിടെ ഹിയ മീൻ അംരീക്ക. അപ്പൊ ഇവിടെ ഹിയാന്ന് ഉപയോഗിച്ചത് എന്തിനാണ് സൂചിപ്പിച്ചത്? സ്ത്രീലിംഗം. സ്ത്രീലിംഗം. കാരണം എന്താണ്? സ്ത്രീലിംഗത്തെ ഉപയോഗിക്കുന്ന ഹിയാണ് ഉപയോഗിച്ചത്. അപ്പൊ ഇവിടെ ഈ ഹിയാന്ന് എന്തിനാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്? കുത്തുബിനെ അല്ലേ? കാരണം എന്താണ്? ഇവിടെ എന്തുകൊണ്ട് ഹുന്ന് പറഞ്ഞില്ല? കുത്തുബ് എന്നുള്ളത് എന്താണ്? ഓയർ ആക്കിലാണ്. അപ്പൊ അതിന്റെ ഇത് പറയുമ്പോ നമ്മൾ പറഞ്ഞു ലൊമീർ, ഇസ്മുൽ ഇഷാറ, സിഫത്ത് എല്ലാം പറയുമ്പോ എന്തായിരിക്കണം? ഏകവചനായിരിക്കണം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സ്ത്രീലിംഗവും ആയിരിക്കണം. അതായത് ഒയർ ആക്കിലിന്റെ ഇസ്മുൽ ഇഷാറ, ലൊമീറുകള്, സിഫത്ത് എല്ലാം പറയുമ്പോൾ എന്തായിരിക്കണം? ഏകവചനം ആയിരിക്കണം. അത് മാത്രല്ല, അത് സ്ത്രീലിംഗവും ആയിരിക്കണം. ഓക്കെ അല്ലേ? ഇതില് ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഉണ്ട് ഇപ്പൊ തന്നെ ക്ലിയർ ചെയ്യേ. ഓയർ ആക്കില് ഇതിപ്പോ നമുക്ക് ഏകവചനം പറയുമ്പോഴല്ല പ്രശ്നം, നമുക്ക് ബഹുവചനം പറയുമ്പോഴാണ് ഈ കൺഫ്യൂഷൻ ഉണ്ടാവുക. അപ്പൊ അത് നല്ലോണം ശ്രദ്ധിക്കുക. ആക്കിലാണോ ഓയർ ആക്കിലാണോ എന്ന് നല്ലോണം ആലോചിച്ചിട്ട് നോക്കാം. ഇനി അടുത്തത് നമ്മൾ ഏതൊക്കെ ഇതിന് ഇപ്പൊ തെൻവീൻ ഉണ്ടാവില്ല എന്ന് പഠിച്ചേ? സ്ത്രീലിംഗ നാമത്തിന് അല്ല, നമ്മൾ ബഹുവചനത്തിന് കുറച്ച് പാറ്റേൺസിന് തെൻവീൻ ഉണ്ടാവില്ല എന്ന് പഠിച്ചില്ലേ? അത് ഏതൊക്കെയാണോ? എന്നൊക്കെ പഠിച്ചു. ഇനി അടുത്ത പാറ്റേൺ ആണ് എന്ത്? മഫാഇലു. മഫാഇലു പാറ്റേൺ വരുന്നതിന് എന്ത് ഉണ്ടാവില്ല? തെൻവീൻ ഉണ്ടാവില്ല. അഥവാ ഇത് മഫാഇലു ഏത് ജം ആണ്? നമ്മൾ 2 ജം പഠിച്ചില്ലേ? അല്ല, ഏത് ജം ആണ്? നമ്മൾ 2 തരം ജംകൾ പഠിച്ചിട്ടുണ്ട്. ബ്രോക്കൺ പ്ലൂറൽസ്, പിന്നെ മറ്റേ ജമ്മു മുദക്കർ സാലിമും മുഅന്നസ് സാലിം. അപ്പൊ ഈ മഫാഇലു ഏതിലാ പെടാം? ബ്രോക്കൺ പ്ലൂറൽസിലാ പെടാം. പിന്നെ മഫാഇലു പാറ്റേണിൽ വരുന്ന ജമ്മിന് എന്തുണ്ടാവില്ല? തെൻവീൻ ഉണ്ടാവില്ല. ഉദാഹരണം മസ്ജിദുൻ ജമ്മ് മസാജിദു, ദഫ്തറുൻ ജമ്മ് ദഫാത്തിറു, ഫുന്ദുകുൻ ജമ്മ് ഫനാദിക്കു. അപ്പൊ ഇത് എന്തിന്റെ അടിയിൽ എഴുതണം? മഫാഇലു എന്നുള്ള പാറ്റേൺ എഴുതിയിട്ട് അതിന്റെ അടിയിൽ ഇതിന്റെ എഴുതാം, ഏകവചനം അതിന്റെ ബഹുവചനം. ഈ 16ാമത്തെ ചാപ്റ്ററിൽ ഇത്ര പഠിക്കാനുള്ളൂ. നിങ്ങള് ഓയർ ആക്കിലിന്റെ ബഹുവചനം എഴുതുമ്പോ അതിന്റെ സിഫത്ത് ഇതൊക്കെ പറയുമ്പോഴാണ് ഇതിൽ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഇനി ഞാൻ ചോദിക്കട്ടെ, ഒരു ഉദാഹരണം ചോദിക്കട്ടെ?
ഈ ബാഗ് ഭംഗിയുള്ളതാ ഈ ബാഗുകൾ ഭംഗിയുള്ളതാകുന്നു. هذه ഹാ ഹാ حقيبة ഹാദിഹി അല്ല സോറി ഇങ്ങനല്ല. ഇത് ഭംഗിയുള്ള ഇത് ഭംഗിയുള്ള ബാഗുകളാകുന്നു. ഇത് ഭംഗിയുള്ള ബാഗുകൾ ആകുന്നു. ചോദ്യം തെറ്റി ആകെ തെറ്റും. هذه അല്ലെങ്കിൽ ഹക്കീബത്തില് ഹദീഖത്തുൻ ഞാൻ പറഞ്ഞത് എന്താണ്? ഇത് ഭംഗിയുള്ള അല്ല ഞാൻ ഭംഗിയുള്ള നിങ്ങളോട് ഞാൻ അതല്ല ചോദിച്ചത്. ഇത് ഭംഗിയുള്ള ബാഗുകൾ ആകുന്നു. ബാഗുകൾ. ഹക്കീബത്തിന്റെ എന്താണ് ഹക്കീബത്തിന്റെ പ്ലൂരല് എന്താണ്? ഹക്കായിബു അറിയില്ല. ഹക്കായിബോ. ഹാദിഹി ഹക്കായിബു ജമീലത്തുൻ ഭംഗിയുള്ളതല്ലേ ജമീലത്ത്. ജമീലത്തുൻ. പിന്നെ അവിടെ ചെറുതാക്കുന്നുള്ളതിന് എന്താ പറയാ? സഗീറത്തുൻ സഗീറത്തുൻ. പിന്നെ ഇതില് ഒരു കൺഫ്യൂഷനും ഇല്ലല്ലോ. അടുത്തയിലേക്ക് പോവാം. ഇവിടെ ഇത് കണ്ടില്ലേ? ഇവിടെ തോലിബ് ആയതുകൊണ്ട് ഹാദ, തുല്ലാബു ആയപ്പോ ഹാവുലായി ഉപയോഗിച്ച്, തോലിബാത്ത് ആയപ്പോ ഹാവുലായി ഉപയോഗിച്ച്, പിന്നെ ദാലിക്ക എന്നുള്ളത് എന്താണ്? ഏകവചനായിട്ട് വരുമ്പോ ദാലിക്ക തുല്ലാബുൻ, അത് ബഹുവചനായിട്ട് വരുമ്പോ ഉലായിക്ക തുല്ലാബുൻ, ഉലായിക്ക തോലിബാത്തുൻ. അതിലൊന്നല്ല വ്യത്യാസം. ഹാദ ബൈത്തുൻ അത് ഏകവചനാണ്, അപ്പൊ ഒരു വ്യത്യാസവും ഇല്ല. ബഹുവചനായിട്ട് വരുമ്പോ നോക്കി ഹാദിഹി ബുയൂത്തുൻ, അല്ലാതെ ഹാവുലായി ബുയൂത്തുൻ അല്ലല്ലോ പറഞ്ഞത്. അല്ല. അപ്പൊ കാരണം എന്താ? ഒയറാക്കിലായതുകൊണ്ട്. പിന്നെ സെയ്യാറ ഹാദിഹി സെയ്യാറത്തുൻ അത് ബഹുവചനായിട്ട് വരുമ്പോ ഹാദിഹി സെയ്യാറാത്തുൻ. ദാലിക്ക എന്നുള്ളത് ദാലിക്ക ബൈത്തുൻ തിൽക്ക ബുയൂത്തുൻ. കാരണം എന്താണ്? ബുയൂത്ത് എന്താണോ ഒയറാക്കിലാണ്. തിൽക്ക സെയ്യാറത്തുൻ അതിൻ്റെത് എന്താണ്? തിൽക്ക സെയ്യാറാത്തുൻ. അപ്പൊ നിങ്ങള് ഹാദന്റെ ഇത് എന്താണ്? ഇസ്മിഷാർ എന്താണ്? ഓയിറാക്കിലാണ് പറയണെങ്കിൽ ഹാദക്കും ഹാദിക്കും എന്താ ഉപയോഗിക്കുക? ഹാദിഹി ആണ്. ദാലിക്ക വരുമ്പോ ദാലിക്കും തിൽക്കും തിൽക്ക എന്നാണ് ഉപയോഗിക്കുക. ഓക്കെ. ഇനി 16ാമത്തെ ചാപ്റ്ററിൽ എന്താണ്? 16ാമത്തെ ചാപ്റ്ററിൽ എന്താണ് നമ്മൾ ഇതുവരെ പഠിച്ചതിന്റെ ഒരു ഇതെന്താണ്? കണ്ടിന്യൂഷൻ ആണ്. നമ്മൾ ഇതുവരെ പഠിച്ചതിന്റെ ഒരു ഇതാണ് എന്ത് ഇതില് പറയുന്നത്. ഇതില് അതന്നെ നമ്മൾ ഇതുവരെ പഠിച്ചതിന്റെ ഒരു ഇതാണ് പറയുന്നത്. പിന്നെ 18ാമത്തെ ചാപ്റ്ററിലാണ് നമ്മൾ എണ്ണങ്ങളെ പഠിക്കുന്നത്. എണ്ണം പറഞ്ഞാൽ നമ്മൾ എത്ര വരെ പഠിച്ച എണ്ണം? 3 മുതൽ 10 വരെ അല്ലല്ലോ പഠിച്ച? 3 മുതൽ 10 വരെ അല്ലേ പഠിച്ച? 10 വരെ. ഓക്കെ. 3 മുതൽ 10 വരെ ഉള്ള. അപ്പൊ ഒന്നാമത്തെ കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താ പറയാ? അല്ല, ആദ്യം പറയുന്നത് നമ്മൾ നമ്പേഴ്സിൽ പഠിക്കുന്നത് നമ്മള് മുസന്ന ഡുവൽ ഫോം ആക്കാനാ പഠിക്കുന്നത്. അഥവാ 2. നമ്മളിപ്പോ എന്താണ് ഫുള്ള് ഏകവചന ബഹുവചന പഠിച്ചത്, അല്ലാതെ 2 ദ്വിവചനം ആക്കുന്ന പഠിച്ചിട്ടില്ലല്ലോ. 1, 2 നമ്മള് ഏകവചനത്തിൽ അറബിയിൽ എന്താ പറയാ? മുഫ്രദ്. ബഹുവചനത്തിന് ജംഅ്. ദ്വിവചനം പറഞ്ഞാൽ ഡ്യുവൽ അഥവാ 2. അതിനെന്താ പറയാ? മുസന്ന. അപ്പൊ നമുക്കൊരു വേർഡ് കിട്ടി. അപ്പൊ അതിനെങ്ങനെ മുസന്ന ആക്കാം? അതായത് ബൈത്തുൻ പറഞ്ഞാൽ എന്താണ്? വീട്. ബൈത്തുൻ പറഞ്ഞാൽ എന്താണ്? ഒരു വീടല്ല. ഒരു വീട്. അതിനെങ്ങനെ 2 വീട് എന്നാക്കാം? ഇത് ബൈത്തുൻ. വൈത്തൈനി അല്ല. അതൊക്കെ ആ രൂപങ്ങളൊക്കെ പിന്നെ പഠിക്കട്ടോ. ഇപ്പൊ പഠിക്കുന്നത് ബൈത്തുൻ. ഇതെന്താ? ഒരു വീട് എന്നാണ്.
ഒരു വീട്. ഇനി ഇത് നമുക്ക് 2 വീട് ആക്കണമെങ്കിൽ അവസാനം എന്തേലും ചേർത്ത് കൊടുത്താൽ മതി. ഒരു ആനി ചേർത്ത് കൊടുത്താൽ ആനി. എന്താവും? പൈത്താനി രണ്ടാമത്തെ. ആക്കും. ഉദാഹരണം പൈത്ത് എന്നുള്ളത് ഇങ്ങനെ എഴുതാ. എന്നിട്ട് എന്ത് ചെയ്യാ? ആ ഒരു ആനി ചേർത്ത് കൊടുക്കാം. പൈത്താനി. വൈശാനി 2 ബുക്ക് എന്നുള്ളതിന് അങ്ങനെ പറയാ? കിതാബാനി. കിതാബാനി കിതാബാനി. കിതാബാനി. അവസാനം ആനി ചേർത്ത് കൊടുത്താൽ എന്തായി? അവസാനം ആനി ചേർത്ത് കൊടുത്താൽ ഡ്യുവൽ ഫോം ആയി. അതാണ് ഇതിൽ പഠിക്കുന്നത്. എന്ത് ചേർത്ത് കൊടുത്താൽ ഡ്യുവൽ ഫോം ആയി? ആനി ചേർത്ത് കൊടുത്താൽ ആനി ദ്വിവചനായി. ചേർത്ത് ആ ദ്വിവചനത്തിൽ അറബിയിൽ എന്താ പറയാ? മുസന്ന. 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 ഇനി ഹാദ എങ്ങനെയാണ്? ഹാദ എങ്ങനെയാണ് മുസന്ന ആക്കുക? ഹാദ. ഹാസാനി. ഹാദാനി. ഹാദാനി ഹാദാനി. ഇതിന്റെ അവസാനം ആനി ചേർത്ത് കൊടുത്താല് ഹാദാനിയായി, മുസന്നായി. ഇനി ഹാദിഹി എങ്ങനെയാണ് മുസന്ന ആക്കാം? ഹാത്താനി. ഹാസാനിയ. ഹാത്താനി. ഹാദാനി ഹാത്താനി. ഇതില് മാത്രമേ ഉള്ളൂ ഒരു വ്യത്യാസം. ഇവിടെ എന്തില്ല? ദാലില്ല. ഇവിടെ ഹാത്താനി. ഹാദിഹി എന്നുള്ളത് ഹാത്താനി. പിന്നെ നമ്മൾ പഠിച്ചു ഉവ പറഞ്ഞാൽ എന്താണ്? അവൻ. അവൻ അവൻ. അവർ എന്നുള്ളതിന് എന്താ പറയാ? അവർ കുറെ ആണുങ്ങൾ. ഉം. കും കും. ഇനി അവർ 2 ആണുങ്ങൾ എങ്ങനെ പറയാ? ഉമ്മ. ഉമാ. ഉമ. ഉമാ. ആ, ഉമ. അപ്പൊ ഇതെന്തിൻ്റെതൊക്കെയാണ്? ഹുവക്കും ഹിയക്കും എന്താണ് പറയാ? ഹുമ എന്നാണ്. ഹുവ പറഞ്ഞാല് അവൻ ഒരാണ്, ഹിയ പറഞ്ഞ അവൾ ഒരു പെണ്ണ്. അതിന്റെ 2ത്തിന്റെയും ഡ്യുവൽ ഫോം ഹുമ എന്നാണ്. അല്ലാതെ സ്ത്രീലിംഗത്തിന് വേറെ പുല്ലിംഗത്തിന് വേറെ ഇല്ല. ഹുവക്കും ഹിയക്കും ഒരേ ഡ്യുവൽ ഫോം ആണ്. ഓക്കെ. ഹുമ. ഹുമ ആണ് 2 ഉപയോഗിക്കാം. അപ്പൊ ഞാനൊരു ഉദാഹരണം ചോദിക്കട്ടെ? ഒരു അർത്ഥം ചോദിക്കാം, നിങ്ങൾ പറഞ്ഞുതരോ? ആ. ആരാണ് ഈ 2 ആൺകുട്ടികൾ? മൻ മൻ. ഈ വാലി. 2 ആൺകുട്ടികൾ ആരാണ്? ഹാസാനി. മൻ ഹാദാനി. മൻ ഹാദാനി വലദാനി. മൻ ഹാദാനി അൽ വലദാനി. ആരാണ് ഈ 2 ആൺകുട്ടികൾ? അവർ 2 പേരും പുതിയ വിദ്യാർത്ഥിനികൾ ആണ്. പുതിയ 2 വിദ്യാർത്ഥികളാണ്. അവർ 2 പേരും പുതിയ 2 വിദ്യാർത്ഥികളാണ്. ഹുമാ ഹുമ. ഹുമാ ത്വാലിബാനി ജദീദ. ഹാദാനി ആരാ ജദീദത്താനി പറഞ്ഞത്? ജദീദാനി. ഹുമ ത്വാലിബാനി ജദീദാനി. അവർ 2 പേരും പുതിയ 2 വിദ്യാർത്ഥികളാണ്. 2 സഹോദരിമാർ എവിടെ? 2 സഹോദരിമാർ എവിടെ? ഐന. രണ്ട് സഹോദരി. Are the 2 sisters? Where? ഉഖ്താനി. ഐനൽ ഉഖ്താനി. Where are the 2 sisters? ആണ് ഐനൽ ഉഖ്താനി. അവർ 2 പേര് അവർ 2 പേരും റൂമിലാണ്. ഹുമാ ഫിൽ ഉർഫത്തി. ഉർഫത്തി. ഹുമാ ഫിൽ ഉർഫത്തി. They are in the room. They 2 are in the room. ഒരു മിനിറ്റ്. നിങ്ങൾ ജസ്റ്റ് നോക്കിയിട്ട് ഈ ആക്ടിവിറ്റീസ് ഒക്കെ. ആ. കം അഖല്ലക. ഒരു വേർഡ്സ് ഉണ്ടാക്കാൻ പറയുമ്പോഴാണ് ഞാൻ സ്റ്റക്കായി പോണത്. ആരെ? അത് പഠിക്കണം. നിങ്ങളോ? അതിങ്ങനെ എല്ലാരും പറയണില്ല, നിങ്ങൾക്ക് കിട്ടാത്ത എല്ലാരും പറയുന്നുണ്ടല്ലോ. അവിടെയാണ് ഞാനിപ്പോ ഇങ്ങനെ സ്റ്റക്കായി നിക്കണേ. അത് ശീലാവണം ഇനി. പിന്നെ ഇതില് പിന്നെ അടുത്തത് തന്നെ പഠിക്കാൻ പോകുന്നത് നമ്മൾ കം പറഞ്ഞാൽ എത്രയാണ്? കം പറഞ്ഞാൽ എന്താണ്? എത്ര. ഇതവിടെ കണ്ടില്ല കം. ഈ കം ഇതിന്റെ എന്താണ്? ഹൗ മെനി, എത്ര. ഇതിന്റെ ശേഷം വരുന്നത് എപ്പോഴും എന്തായിരിക്കണം?
സിംഗുലർ ആയിരിക്കണം. സിംഗുലർ ആയിരിക്കണം. പിന്നെ മൻസൂബ് ആയിരിക്കണം. ആ അപ്പൊ എത്ര ബുക്ക് ഉണ്ട് എന്ന് ചോദിക്കുക. എത്ര ബുക്ക് ഉണ്ട്? ഹൗ മെനി ബുക്സ്? منصوب means മൻസൂബ് പറഞ്ഞാല് ഇത് 10 തെൻവീന്. 10 تنوين ല്ലേ? كم كتاب കം കിതാബൻ. كتابا കം കിതാബൻ. എത്ര പെണ്ണ് എന്നങ്ങനെ ചോദിക്കുക. എത്ര പെണ്ണ്? കലമൻ കം കലമൻ. എത്ര കാറ്? كم سيارة അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് നമ്മള് നെസ്ബ് ഇടുമ്പോ നമ്മളിപ്പോ പറഞ്ഞില്ലേ കിതാബൻ. അപ്പൊ അത് എന്താ പറയാ തെൻവീന് ഫതഹ് തെൻവീൻ ഇടുമ്പോ എന്തായിരിക്കണം? ഈ കിതാബൻ കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം? ഒരു അലിഫ് ഇടണം. ഫതഹ് തെൻവീന് വരുമ്പോ. പക്ഷേ സയ്യാറത്ത് എന്നുള്ളതിന്റെ അവസാനം എന്താണ്? ഓപ്പൺ തായ ആയിരിക്കണം. അല്ല, റൗണ്ടത്താണ്. റൗണ്ടത്താ. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. സയ്യാറത്തിന്റെ അവസാനം റൗണ്ടത്താണ് വരുന്നത്. അപ്പൊ നമുക്ക് അലിഫ് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ ഫതഹ് തെൻവീന് മാത്രം ഇട്ട് കൊടുത്താൽ മതി. അഥവാ റൗണ്ടത്താ വരുമ്പോ നമ്മൾ എക്സ്ട്രാ അലിഫ് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത് തെറ്റാണ്. ഇങ്ങനെ ജസ്റ്റ് ഇത് മാത്രമേ തെൻവീൻ അതിന്റെ മേലെ തെൻവീന് മാത്രം ഇട്ടാൽ മതി. അങ്ങനെ റൗണ്ടത്താ ഇല്ലാത്തതിന് നമ്മൾ എന്ത് കൊടുക്കണം? ഇവിടെ ഒരു അലിഫ് ഇട്ട് കൊടുക്കണം ഫതഹ് തെൻവീന് വരുമ്പോ. പക്ഷെ കിതാബിന് ഇതാണെങ്കിലോ കിതാബിൻ ഇതുമ്പോ ഒന്നുമില്ല, അങ്ങനെ തന്നെ ഇട്ട് കൊടുത്താൽ മതി. ഫതഹ് തെൻവീന് വരുമ്പോൾ മാത്രമാണ് ഇങ്ങനെ ശ്രദ്ധിക്കാനുള്ളത്. പക്ഷെ ആ ഫതഹ് തെൻവീന്റെ അവിടെ റൗണ്ടത്താണെങ്കിലോ അലിഫ് ഇട്ട് കൊടുക്കണോ? വേണ്ട. വേണ്ട. അത് ആദ്യമൊക്കെ ഹോംവർക്ക് ചെയ്യുമ്പോ ആരൊക്കെ ചെയ്യലുണ്ട് കേട്ടോ. അങ്ങനെ ചെയ്യരുതേ. അതാണ് ഇതിൽ പഠിക്കാനുള്ളത്. ഒന്ന് കം വരുമ്പോ നിയമം എന്താണ്? അതിനുശേഷം വരുന്നതിന് എന്തായിരിക്കണം? മൻസൂബ് ആയിരിക്കണം. അത് വേറെ. സിംഗുലർ ആയിരിക്കണം. പിന്നെ മൻസൂബ് ആയിരിക്കണം. ഇനി മൻസൂബ് വരുമ്പോ ഇതില് മാത്രം എല്ലാത്തിലുള്ള നിയമമാണ് എന്ത്? ഫതഹ് തെൻവീന് വരുമ്പോ ഒരു അലിഫ് ഇട്ട് കൊടുക്കണം. പക്ഷെ ഫതഹ് തെൻവീന് ഒരു റൗണ്ടത്താന്റെ മേലാണ് വരുന്നെങ്കിൽ അലിഫ് ഇട്ട് കൊടുക്കാൻ പാടില്ല. മുസന്നാക്കുന്ന രൂപം പഠിച്ചില്ല. ഇനിയാണ് നമ്മൾ നമ്പേഴ്സിലേക്ക് കടക്കുന്നത്. ടൈം എത്രയായി? നമ്പേഴ്സിലേക്ക് കടക്കുന്നത്. നമ്പേഴ്സിൽ നമ്മൾ 10 വരെ ഉള്ളതാ പഠിക്കുന്നത്. 1 മുതൽ 10 വരെ ഉള്ള. അതില് 1ന്റെ 2ന്റെ നിയമം വേറാണ്. 3 മുതൽ 10 വരെ ഉള്ളതിന്റെ നിയമവും വേറാണ്. ഇവിടെ നമ്മൾ പഠിക്കുകയാണെങ്കിൽ 1ന് എന്താ പറയാ? 1 വാഹിദുൻ. വാഹിദുൻ. 2നോ? ഇസ്നാനി പറയുമ്പോ ഹംസ ഇട്ടിട്ടാണ് എഴുതേണ്ടത്. ഇസ്നാനിക്ക് അല്ല, അലിഫ് ഇട്ടിട്ട് കസ്റ് മാത്രം ഇട്ട് കൊടുത്താൽ ഹംസ ഇട്ട് കൊടുക്കരുത്. ഇസ്നാനി എന്നൊക്കെ പറയണ പോലെ. അപ്പൊ ഈ 1ലും 2ലുള്ള ഒരു നിയമം എന്താ വെച്ചാല് വാഹിദുൻ ഇസ്നാനിക്ക് ശേഷം വരുന്നത് എന്തായിരിക്കും? സിഫത്തായിരിക്കും. കാരണം സിഫത്താണ്. അപ്പൊ എന്തായിരിക്കണം? 4 കാര്യത്തിൽ എന്ത് ചെയ്യുന്നത്? 2 യോജിച്ച് വരണം. അഥവാ വാഹിദുൻ ഇസ്നാനിക്ക് ശേഷം വരുന്നത് എന്താണ്? 1ലും 2ലുള്ള നിയമമായിട്ട് പറയുന്നത് വാഹിദുൻ ഇസ്നാനിക്ക് ശേഷം വരുന്നത് സിഫത്താണ്. സിഫത്തായിട്ടാണ് കൺസിഡർ ചെയ്യുക. അപ്പൊ എന്ത് ചെയ്യണം? 4 കാര്യത്തിൽ യോജിച്ച് വരണം. അപ്പൊ ഇവിടെ എന്താ വേണ്ടത്? വാഹിദുൻ അല്ല, സോറി, ഈ വാഹിദുൻ ഇസ്നാനി സിഫത്തായിട്ടാണ് കൺസിഡർ ചെയ്യുക. മാറിപ്പോയതാണ്. വാഹിദുൻ ഇസ്നാനി എന്നുള്ളത് എന്താണ്? സിഫത്തായിട്ടാണ് കൺസിഡർ ചെയ്യുക. അപ്പൊ അതിന്റെ മുമ്പ് വരുന്നത് എന്തായിരിക്കണം? അതിനു മുമ്പ് മഹദൂദ് അതത് പറഞ്ഞാൽ എന്താ അറിയില്ല? മഹദൂദ് പറഞ്ഞാല് എണ്ണപ്പെടുന്നത്, അതത് പറഞ്ഞാല് നമ്പർ, എണ്ണം. അപ്പൊ വാഹിദുൻ ഇസ്നാനി പറഞ്ഞാൽ എന്താണ്? സിഫത്തായിട്ടാണ് കൺസിഡർ ചെയ്യുക. അപ്പൊ അതിന്റെ മുമ്പ് വരുന്നത് എന്തായിരിക്കണം? ഈ വാഹിദിനോട് യോജിച്ചിട്ടായിരിക്കണം വരുന്നത്, വാഹിദുൻ ഇസ്നാനിനോട്. അപ്പൊ ഒരു ബുക്ക് എന്നുള്ളതിന് എന്താ പറയാ? കിതാബുൻ വാഹിദുൻ. 2 ബുക്ക് എന്നുള്ളതിനോ? കിതാബാനി വാഹിദ ഇസ്നാനി. കിതാബാനി എന്ന് പറഞ്ഞ പോലെ. അതെന്തിനാ അങ്ങനെ പറയണത്? അല്ല, അങ്ങനെ പറയണോ പ്രത്യേകിച്ചും? പിന്നെ
അത് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ഞാൻ ഒന്നിന്റെയും രണ്ടിന്റെയും മാത്രമേ പറയുന്നത്. അത് അങ്ങനെ പറയേണ്ട ആവശ്യമില്ല. അപ്പൊ പറഞ്ഞുതരാം. അപ്പൊ വാഹിദുൻ ഇസ്നാനി എന്നുള്ളത് എന്താണ്? സിഫത്തായിട്ടാണ് കൺസിഡർ ചെയ്യുക. അപ്പൊ അതിന് മുമ്പ് വരുന്നത് എന്തായിരിക്കണം? ഇതിനോട് യോജിച്ചതായിരിക്കണം. അപ്പൊ ഒന്നിലും രണ്ടിലുള്ള നിയമങ്ങൾ ആലോചിക്കുക. മഅദൂദോ അദദോ എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. മഅദൂദ് മുദക്കറാണെങ്കിൽ അതത് എന്തായിരിക്കണം? മുദക്കറായിരിക്കണം. പുല്ലിംഗാണെങ്കിൽ അതത് പുല്ലിംഗായിരിക്കണം. മഅദൂദ് സ്ത്രീലിംഗാണെങ്കിൽ അതത് എന്തായിരിക്കണം? സ്ത്രീലിംഗമായിരിക്കണം. അപ്പൊ വാഹിദ് എന്നുള്ളതിന്റെ സ്ത്രീലിംഗം എന്താണ്? വാഹിദത്തുൻ. അപ്പൊ ഒരു ബാഗ് എന്നുള്ളതിന് എന്താ പറയാ? ഒരു ബാഗ്. ഹക്കീബത്തുൻ വാഹിദത്തുൻ. ഹക്കീബത്തുൻ വാഹിദത്തുൻ. വാഹിദത്തുൻ. അപ്പൊ ഹക്കീബത്ത് എന്താണ്? മുഅന്നസാണ്. അപ്പൊ അതിന്റെ അതത് എന്തായിരിക്കണം? മുഅന്നസ് ആയിട്ട് വരണം. ഇനി രണ്ട് ബാഗ് എന്ന് എങ്ങനെ പറയാം? രണ്ട് ബാഗ്. ഹക്കീബത്താനി. ഹക്കീബത്താനി രണ്ട് എന്നുള്ളതിൽ ഇസ്നാനി എന്നുള്ളതിന്റെ മുഅന്നസ് അല്ലെ? ഇസ്നത്താനി. വാഹിദ് എന്നുള്ളതിന്റെ മുഅന്നസ് വാഹിദത്തുൻ. ഇസ്നാനി എന്നുള്ളതിന്റെ മുഅന്നസ് ഇസ്നത്താനി. അപ്പൊ ഹക്കീബത്താനി ഇസ്നത്താനി. ഇനി നമ്മൾ ഇവിടെ ഇസ്നത്താനി നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ഇസ്നത്താനി പറയണമെന്നില്ല. നമ്മൾ എന്താണ് ഹക്കീബത്താനി അവിടെ നമ്മൾ ഓൾറെഡി എന്താക്കി കഴിഞ്ഞു? മുസന്ന ആക്കി കഴിഞ്ഞു. കിതാബാനി ഓൾറെഡി നമ്മൾ അവസാനം ആനിന്ന് ഇട്ടിട്ട് എന്താക്കി കഴിഞ്ഞു? മുഅന്നസ് അല്ല മുസന്ന ആക്കി കഴിഞ്ഞു. അപ്പൊ ഇസ്നാനി എഴുതേണ്ട ആവശ്യം. ഇനി എഴുതിച്ചിട്ട് എന്താണ്? തെറ്റുമല്ല. എഴുതാതെന്ന് വെച്ചിട്ട് എന്താ സെന്റൻസ് തെറ്റാവൂല്ല. അപ്പൊ എന്താണ്? ഇസ്നത്താനി എഴുതിയിട്ടില്ലെങ്കിൽ ഇസ്നാനി ഇസ്നത്താനി എഴുതിയിട്ടില്ലെങ്കിലും എന്താ ചെയ്യുക? കുഴപ്പമില്ല. കിതാബാനി എഴുതാതെ തന്നെ എന്തായാലും അത് മുസന്ന ആയിട്ട് മാറി. ഓക്കെ. അപ്പൊ ഒന്നിലും രണ്ടിലും എന്താണ്? മഅദൂദ് മുദക്കറാണെങ്കിൽ അതതും എന്തായിരിക്കണം? മുദക്കറായിരിക്കണം. ഒന്നിലും രണ്ടിലും. മുഅന്നസാണെങ്കിലും മുഅന്നസായിരിക്കണം. പിന്നെ ഇനി 3 മുതൽ 10 വരെയുള്ള നിയമമാണ് പറയുന്നത്. അതത് മുസന്ന ആണെങ്കിൽ മഅദൂദ് എന്തായിരിക്കണം? മുഅന്നസായിരിക്കണം. അതത് മുഅന്നസ് ആണെങ്കിൽ മഅദൂദ് എന്തായിരിക്കണം? മുദക്കർ ആയിരിക്കണം. 3 മുതൽ 10 വരെ. അതത് മുഅന്നസ് ആണെങ്കിൽ മഅദൂദ് എന്തായിരിക്കണം? മുദക്കർ ആയിരിക്കണം. പിന്നെ രണ്ടാമത്തെ നിയമമാണ് 3 മുതൽ 10 വരെ ഉള്ളത്. മഅദൂദ് എപ്പോഴും എന്തായിരിക്കണം? ബഹുവചനമായിരിക്കണം. മജ്റൂർ ആയിരിക്കണം. കാരണം എന്താണ്? മുദാഫ് ഇലൈഹി ആയതുകൊണ്ട്. മഅദൂദിന് 3 മുതൽ 10 വരെ ഉള്ള മജ്റൂർ കസ്ർ വരാൻ കാരണം എന്താണ്? മുദാഫ് ഇലൈഹി ആയതുകൊണ്ടാണ്. അപ്പം ഞാൻ ഒരു 3 പുസ്തകങ്ങൾ എങ്ങനെ പറയാം? 3 പുസ്തകങ്ങൾ. സലാസത്തു കുത്തുബിൻ. അപ്പൊ ഞാൻ ഇവിടെ ഒന്ന് എഴുതി പറഞ്ഞുതരാം മനസ്സിലാവാത്തവർക്ക്. ടീച്ചറെ ഒന്നുകൂടി പറഞ്ഞേ, ലാസ്റ്റ് പറഞ്ഞേ. ഞാനിപ്പോ ചോദിച്ച ഉദാഹരണം എന്താണ്? മനസ്സിലായിട്ടില്ല. അത് ഞാൻ ഇതിന്റെ കൂടെ പറഞ്ഞുതരാം. 3 പുസ്തകങ്ങൾ എന്നല്ല. അപ്പൊ പുസ്തകം എന്നുള്ളത് നമ്മളെന്തായിരിക്കണം? ഇവിടെ അതത് പറഞ്ഞാല് നമ്പർ, മഅദൂദ് പറഞ്ഞാല് എണ്ണപ്പെടുന്നത്. അപ്പൊ അവിടെ എണ്ണപ്പെടുന്നത് എന്താണ്? പുസ്തകത്തിനാണ്. അപ്പൊ 3 പുസ്തകങ്ങൾ എന്നല്ല പറഞ്ഞത്. അപ്പൊ പുസ്തകങ്ങൾ എന്നുള്ളത് നമ്മൾ ആയിരിക്കണം 3 മുതൽ 10 വരെയുള്ള നിയമം എന്താണ്? മഅദൂദ് എപ്പോഴും എന്തായിരിക്കണം? ബഹുവചനം ആയിരിക്കണം. അപ്പൊ പുസ്തകം എന്നുള്ളതിന്റെ ബഹുവചനം എന്താ? കിതാബിന്റെ കുത്തുബ്. പിന്നെ എന്തായിരിക്കണം? ആണെങ്കിൽ മഅദൂദ് മുദക്കറായിരിക്കണം. അത് ഞാൻ പറഞ്ഞുതരാം. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. കിതാബ് എന്നുള്ളത് എന്താണ്? മുദക്കറാണ്. അത് അതിന്റെ ബഹുവചനം എന്താണ്? കുത്തുബുൻ. കുത്തുബുനാണ്. അപ്പൊ കുത്തുബ് എന്നുള്ളത് ബഹുവചൻ അല്ല, മുദക്കറാണോ മുഅന്നസാണോ? മുദക്കർ. അപ്പൊ അത് മുദക്കറാണ്. അപ്പൊ നിങ്ങൾ ഇവിടെ കുത്തുബിൻ ഇങ്ങനെ അല്ലട്ടെ ഇതിന്റെ സെന്റൻസ് ആക്കി ഇടുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി പറയാം. അപ്പൊ കുത്തുബ്. ഇനി അതിന്റെ അപ്പൊ നമുക്കിത് മനസ്സിലായി. കുത്തുബ് എന്നുള്ളത് എന്തായി? മുദക്കറാണെന്ന് മനസ്സിലായി. അപ്പൊ ഞാൻ എന്താ പറയാ? 3 പുസ്തകങ്ങൾ എന്നാണ് പറഞ്ഞത്. അപ്പൊ ഇവിടെ ഓൾറെഡി കുത്തുബ് എന്നുള്ളത് എന്തായി? മുദക്കർ ആയിരിക്കണം. അതിന്റെ അതത് എന്തായിരിക്കണം? മുഅന്നസ് ആയിരിക്കണം.
അതെന്റെ സലാസത്തു കുത്തുബിൻ കുത്തുബിൻ. കുത്തുബിൻ എന്നിട്ട് എന്തായിരിക്കണം ഇവിടെ മജറൂർ ഇട്ട് കൊടുക്കണം. മജറൂർ 3 മുതൽ 10 വരെ ഉള്ളത്. സലാസത്തു കുത്തുബിൻ ല്ലേ? അനി ഇതിനെ മജ്റൂർ എന്ന് പറയാ. അതിന് കെസ്റ് തെൻവീനാണ് പറയാ മജറൂർ. കസറത്ത് ഏതാണ് എനിക്ക് കിട്ടാത്തത് ഇങ്ങനത്തെ ഓരോരോ പേരുകള്. ഏയ്. ഇനി അടുത്തത് ഞാൻ ചോദിക്കുന്നത് 4 വീടുകൾ. കസറത്ത് തൻവീൻ. അർബഅത്തു ആ മജ്റൂർ. ബുയൂത്തിൻ 4 വീടുകൾ ല്ലേ? അർബഅത്തു ബുയൂത്തിൻ അർബഅത്തു ബുയൂത്തിൻ. അർബഅത്തു ബുയൂത്തിൻ. കാരണം എന്താണ് ഇവിടെ എന്തുകൊണ്ട് അതത് മുഅന്നസായി? അതത് എന്തുകൊണ്ട് മുഅന്നസായത്? ബുയൂത്ത് ബുയൂത്ത് മുദക്കറായതുകൊണ്ട് ബുയൂത്ത് മുദക്കർ ആയതുകൊണ്ട് എന്തായി? അതിന്റെ അതത് എന്തായി? മുഅന്നസായി. മുഅന്നസായി. അപ്പൊ ഈ എണ്ണപ്പെടുന്നതിനായിട്ട് മഅദൂദ് എന്ന് പറയാ കുത്തുബിൻ. ഈ നമ്പറിനാണ് പറയാ അതത്. അപ്പൊ ഈ 3 മുതൽ 10 വരെ ഉള്ളതിന് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇത് മുഅന്നസ്, ഇത് ബുയൂത്തിൻ. ഒന്നാലോചിച്ചാൽ മതി. 3 മുതൽ 10 വരെ ഉള്ളതിന് അതത് മുഅന്നസ് ആണെങ്കിൽ അതിന്റെ മഅദൂദ് എന്തായിരിക്കണം? മുദക്കർ ആയിരിക്കണം. പിന്നെ എന്തായിരിക്കണം? മഅദൂദ് എന്തായിരിക്കണം? ബഹുവചനം ആയിരിക്കണം. മജ്റൂർ കസ്റ് തൻവീൻ ആയിരിക്കണം. ബുയൂത്തിൻ. അതിന് അടുത്തത് 10ന്റെ ഓർമ്മ ഉണ്ടോ? 10 അക്ഷര എഴുതുമ്പോഴുള്ള നിയമം. ഒന്ന് സുക്കൂനും ഒന്ന് ഫത്തും ല്ലേ? അക്ഷരത്ത് സ്ത്രീലിംഗ് 10 എന്നുള്ളത് സ്ത്രീലിംഗ് ആക്കി എഴുതുമ്പോ എന്താണ് ഇങ്ങനെയാണ് എഴുതേണ്ടത്. പുല്ലിംഗ് ആക്കി എഴുതുമ്പോഴോ അഷറത്തുൻ. പക്ഷെ പുല്ലിംഗ് ആക്കി എഴുതുമ്പോഴോ സുക്കൂൻ എടുക്കണം. 10 സ്ത്രീലിംഗ ആയിട്ട് വരുമ്പോ ഷീലിന് എന്തായിരിക്കണം? ഫത്തഹായിരിക്കണം. 10 പുല്ലിംഗ ആയിട്ട് വരുമ്പോ സുക്കൂനായിരിക്കണം. മുദക്കറിന് അഷ്റെന്നാ പറയാ. അഷ്റൻ 10 മുദക്കറായിട്ട് വരുമ്പോ ഷീലിന് സുക്കൂന്. 10 മുഅന്നസ് ആയിട്ട് വരുമ്പോ ഷീലിന് ഫത്തഹ്. ഇപ്പൊ 10 വീടുകൾ എങ്ങനെ പറയാ? എങ്ങനെ പറയാ? 10 വീടുകൾ എങ്ങനെ പറയാ? പറഞ്ഞു നോക്കി ഒന്ന്. ബുയൂത്തിൻ പറയാ. അഷറത്തു ബുയൂത്തിൻ. അഷ്റന്ന് അത് അടുത്തിൽ പഠിക്കാം. അത് അടുത്ത് ഞാൻ പറയാണ് അടുത്തത് പറയാം. അപ്പൊ നമ്മളിപ്പോ പഠിച്ചത് അതത് മുഅന്നസ് ആയിട്ട് വരുന്നത്, അത് അപ്പൊ മഅദൂദ് മുദക്കറായിട്ട് വരുന്നത് നമ്മൾ പഠിച്ചത്. അതിന്റെ ഓപ്പോസിറ്റ് ഞാൻ അപ്പൊ പറഞ്ഞുതരാം. ഇപ്പൊ നമ്മൾ പഠിച്ചത് എന്താണ്? അതത് മുഅന്നസ് ആയിട്ടും മഅദൂദ് മുദക്കറായിട്ട് വരുന്നതാ പഠിച്ചത്. 3 മുതൽ 10 വരെ ഉള്ളത്. ഞാൻ ചോദിക്കാം. പിന്നെ മറ്റൊരു കാര്യം, ഈ 3 മുതൽ 10 വരെ ഉള്ളതില് എന്താണ് നമ്മൾ പറഞ്ഞ് മഅദൂദ് എപ്പോഴും എന്തായിരിക്കണം? മജ്റൂർ ആയിരിക്കണം. അപ്പൊ അതതിന്റെ അടയാളം എന്താണ്? 3 മുതൽ 10 വരെ ലൊമ്മല്ല. അത് അവസ്ഥക്കനുസരിച്ച്, അതായത് സെന്റൻസിന്റെ അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ഉദാഹരണം ഞാൻ അർത്ഥം ചോദിക്കും, നിങ്ങൾ പറഞ്ഞുതരും. 3 വിദ്യാർത്ഥികൾ പുറപ്പെട്ടു. 3 വിദ്യാർത്ഥികൾ പുറപ്പെട്ടു. പുറപ്പെട്ടു ഞാൻ പറഞ്ഞാറ്. മടങ്ങി. അപ്പൊ അവിടെ എന്താ വരുന്ന അതതിന്റെ അടയാളങ്ങൾ എന്താ പറഞ്ഞത്? സലാസത്തിന് എന്താ ലൊമ്മല്ല നിങ്ങൾ പറഞ്ഞത്? ലൊമ്മ. സലാസത്തു തുല്ലാബിൻ. 3 വിദ്യാർത്ഥികൾ പുറപ്പെട്ടു. അപ്പൊ ഇവിടെ എന്താണ്? ഇവിടെ ഫായിലിന്റെ സ്ഥാനത്ത് അതിനോട് എന്താ ഇത് വന്നത്? ഇനി അടുത്തത് 4 വീട്ടിൽ.
വീട്ടിൽ. ഇൻ 4 ഹൗസസ്. ആ വീട്ടിലോ? ആ 4 വീട്ടിൽ. ഇൻ 4 ഹൗസസ്. അർബാത്ത് അർബാത്തോ അല്ല ഇൻ അർബാത്തി സെന്റൻസ് അല്ല. ഫി ഈ അർബാത്തി അർബാത്തി ആ ബുയൂത്തി ഫി ഇവിടെ അർബഅത്തി ഇവിടെ നിങ്ങൾ പറഞ്ഞ ശരിയാണ്. ഫി അർബാത്തി ബുയൂത്തി. ബുയൂത്തിൻ. ഫി അർബാത്തി ബുയൂത്തിന്. ഇവിടെ അതതിന് എന്തായി? അടയാളം എന്തായി? കെസറായില്ലേ? കാരണം എന്താണ് കെസറ് വരാൻ ഫി കാരണം എന്താണ്? വന്നോണ്ട് ഫി വന്നപ്പോ അപ്പൊ സിറ്റുവേഷൻ അനുസരിച്ച് അതതിന്റെ അടയാളം മാറിയില്ല. അതാ ഞാൻ പറഞ്ഞത്. പിന്നെ ഇനി അടുത്തത്, ഞാൻ 5 പുരുഷന്മാരെ കണ്ടു. ഞാൻ ഞാൻ 5 പുരുഷന്മാരെ കണ്ടു. റഅയ്തു റഅയ്തു അർബഅത റിജാലിൻ. അർബാത്തു ഖംസത്തു റഅയ്തു റഅയ്തു ആർക്കോ ഹംസത്തു എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. റഅയ്തു റിജാലിൻ ഞാൻ ഇനി ഫുള്ള് പറയാം. എന്താ പറഞ്ഞത്? പുരുഷന്മാർക്ക് എന്താ പറഞ്ഞ? റിജാലിൻ. ഇനി ഓരോരുത്തരും പറയണേ. റഅയ്തു കഴിഞ്ഞാൽ എന്താ വരാ? 5 എന്നല്ലേ? റഅയ്തു അർബഅത. ഞാൻ 5 എന്നാട്ട് പറഞ്ഞ. 5 എന്നാണ് പറഞ്ഞ. 5 4 എന്തായിരിക്കട്ടെ? അർബഅത്ത. ഇനി വേറെ ആർക്കും എന്റെ അഭിപ്രായം ഉണ്ടോ? ഹംസത്തു. ഇനി വേറെ ആർക്കും എന്റെ അഭിപ്രായം ഉണ്ടോ? 5 പറഞ്ഞു. ഞാൻ കണ്ടു ഹംസത്ത അത് 5 4 ആയിക്കോട്ടെ. എനിക്ക് അവസാനത്തെ അടയാളം കിട്ടില്ല. ഹംസത്ത എന്നാ ഹംസത്തു എന്നല്ല, ഹംസത്ത എന്നാണ്. ഫത്തഹ ആണ് വേണ്ടത്. കാരണം എന്താണ്? ഇത് ഏതിന്റെ സ്ഥാനത്താ വന്നത്? കർമ്മത്തിന്റെ സ്ഥാനം, അഥവാ മഫൂലും ബിഹി, ഒബ്ജക്റ്റിന്റെ സ്ഥാനത്താ വന്നത്. അപ്പൊ ഒബ്ജക്റ്റിന്റെ അടയാളം എന്താണ്? ഫത്തഹ. ഇവിടെ എന്താണ്? റഅയ്തു പറഞ്ഞ ഞാൻ കണ്ടു. അവിടെ ഫീലും ഫായിലും വന്നു, ക്രിയയും കർത്താവും വന്നു. അടുത്തത് എന്താ വരാം? അടുത്തത് ഒബ്ജക്റ്റ് അല്ലേ? അപ്പൊ ഒബ്ജക്റ്റിന്റെ അടയാളം എന്താണ്? ഫത്തഹ ആണ്. റിജാലിൻ. അപ്പൊ എന്താണ്? അതതിന്റെ അടയാളം എന്തായിട്ട് മാറും? സ്ഥാനത്തിനനുസരിച്ച് 3 മുതൽ 10 വരെ കേട്ടോ. സ്ഥാനത്തിനനുസരിച്ച്, സെന്റൻസിന്റെ സ്ഥാനത്തിനനുസരിച്ച് എന്തായി? അതതിന്റെ അടയാളം മാറിക്കൊണ്ടിരിക്കും. പക്ഷെ മഅദൂദിന്റെ അടയാളം എപ്പോഴും എന്തായിരിക്കും? കസറായിരിക്കും. മജ്റൂറായിരിക്കും. ഇതിലാരും ഡൗട്ട് ഇല്ലല്ലോ? ഇനി അടുത്തത് നമ്മൾ ഇതിന്റെ ഓപ്പോസിറ്റ് ആണ് പഠിക്കാൻ പോകുന്നത്. നമ്മളിപ്പോ എന്താ പഠിച്ചത്? അതായത് സ്ത്രീലിംഗമായിട്ട് വരുന്നല്ല പഠിച്ചത്, മഅദൂദ് പുല്ലിംഗമായിട്ട് വരുന്നത്. ഇനി ഇതിന്റെ ഓപ്പോസിറ്റ് ആണ്. പിന്നെ ഇതിന്റെ ഓപ്പോസിറ്റ് പറയുമ്പോ മഅദൂദ് അല്ല, അതത് പുല്ലിംഗാണെങ്കിൽ മഅദൂദ് എന്തായിരിക്കണം? സ്ത്രീലിംഗമായിരിക്കണം. നേരത്തെ നമ്മൾ പഠിച്ചത് മഅദൂദ് അല്ല, അതത് മുഅന്നസ് ആണെങ്കിൽ മഅദൂദ് എന്തായിരിക്കണം? മുദക്കറായിരിക്കണം. ഇവിടെ ഇനി നമ്മൾ ഇതിന്റെ ഓപ്പോസിറ്റ്, അതത് മുദക്കർ ആണെങ്കിൽ അതിന്റെ മഅദൂദ് എന്തായിരിക്കണം? മുഅന്നസ് ആയിട്ട്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, 3 പെൺകുട്ടികൾ എന്നുള്ളതിന് എന്താ പറയാ? 3 പെൺകുട്ടികൾ. സലാസു സലാസു ആരെ സലാസത്ത് പറഞ്ഞിനോ? ഇല്ല. സലാസു ബനാത്തി. സലാസു ബനാത്തി. കാരണം എന്താണ്? പെൺകുട്ടികൾ എന്നുള്ളത് എന്താണ്? മുഅന്നസാണ്. മഅദൂദ് എന്താണ്? മുഅന്നസാണ്. അതുകൊണ്ട് അതിന്റെ അതത് എന്തായിരിക്കണം? മുദക്കർ ആയിരിക്കണം. പിന്നെ 6 സ്ത്രീകൾ എന്നുള്ളതിന് എന്താ പറയാ? 6 സ്ത്രീകൾ. 6 സ്ത്രീകൾ അല്ലേ? മറാത്ത് പറഞ്ഞാല് സ്ത്രീ ആയിട്ടോ, സ്ത്രീകൾ എന്നാ പറഞ്ഞത്. ഇതിന്റെ അവസാനം താമരക്കൂത്ത് ഇല്ല, അത് മുദക്കറാവോ? നിസാ ഒക്കെ ഇല്ല. നിസാ പറഞ്ഞത് സ്ത്രീകൾ, 6 സ്ത്രീകൾ. പിന്നെ വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് ഇതില്? അതത് മഅദൂദില് വാഹിദ് എന്നല്ല, ഇതിന്റെ മുഅന്നസ് എന്താണ്?
വാഹിദത്തുൻ ഇഫയായിട്ട് ഇസ്നാനി എന്നുള്ളതിന്റെ മോനസ് വാഹിദത്ത് ഇസ്നത്താനി ഇസ്നത്താനി. പിന്നെ 10 എന്നുള്ളത് മോനസാക്കി എഴുതുമ്പോ എന്താ പറയാ? 10 മോനസാക്കി എഴുതുമ്പോ എങ്ങനെ അഷറത്ത് 10 മോനസാക്കി എഴുതുമ്പോ എങ്ങനെ പറയാ? അഷറത്തു അഷറത്ത് ആശറത്തുൻ. മുദക്കറായിട്ട് എഴുതുമ്പോ അഷ്റുൻ അഷ്റുൻ. അഷ്റുൻ അഷ്റുൻ. ഇത് ശരിക്കും JRF-ന്റെ ഒക്കെ സിലബസ് ആണ് കേട്ടോ. ഏത് എന്താ ഈ പറഞ്ഞതൊക്കെ ഞാൻ അതിൽ കണ്ടിരുന്നത്. ഈ ചോദ്യം JRF-ലൊക്കെ ഇതിലും അങ്ങോട്ട് പോവോ? ഇതൊക്കെ തുടക്കാണ്. അല്ലേ ഇതൊക്കെ ഉണ്ടായില്ലേ? ഇതും ഉണ്ട്, ഗ്രാമർ പാർട്ടിൽ ഇതും ഉണ്ടാവും, ഇതില് കൂടുതലും ഉണ്ടാവും. ഗ്രാമറിന്റെ എല്ലാം ഉണ്ടാവും. ഉണ്ട്, ഈ ചോദ്യമൊക്കെ അതിലുണ്ട്. ആ ഞാൻ വേറെ ആവശ്യത്തിന് വേണ്ടി സെർച്ച് ചെയ്തപ്പോ കണ്ടത്. ഈ അതിഥ് മധുവിന്റെ പ്രശ്നം എന്താ വെച്ചാൽ നിങ്ങൾക്ക് പഠിക്കുമ്പോ ഓർമ്മ ഉണ്ടാവും, പിന്നെ നിങ്ങൾക്ക് മറന്നോവും. അതാണ് വരുന്നത്. അപ്പൊ അങ്ങനെ പറയുന്നത് എനിക്ക് പറ്റൂല എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇപ്പൊ തന്നെ പഠിച്ചിട്ട് പോവാ. നിങ്ങൾ അടുത്ത ടേം വരുമ്പോ പഠിച്ചപ്പോ തന്നെ ഇത് കൺഫ്യൂഷൻ വന്നപ്പോ സെർച്ച് ചെയ്തപ്പോ തന്നെയാണ് JRF-ന്റെ സിലബസിൽ ഇത് കണ്ടത്. ശരിയാണ്. ഇനി നിങ്ങള് 11 മുതലൊക്കെ പഠിക്കുമ്പോ ഒന്നായിട്ട് കൺഫ്യൂഷൻ ആവും. അപ്പൊ അത് ആവരുത്. അപ്പൊ തന്നെ എന്ത് ചെയ്യാ, മനസ്സിൽ ക്ലിയർ ആക്കി പോവാ. ഇനി മംനൂൻ സർഫ് ഇപ്പൊ എടുക്കണോ? വേണ്ടേ? 17 ആയിട്ടുള്ളൂല്ലോ. 9:17 ആയിട്ടുള്ളൂ. അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഈ ക്ലാസ്സോടുകൂടി സംഭവം തീരുന്ന തോന്നണം എനിക്ക്. തീരു. പിന്നെ അടുത്ത ക്ലാസ്സിലും കൂടി കൂടിയാൽ കഴിയും. മംനൂൻ സർഫ് ഇപ്പൊ എടുത്ത കൺഫ്യൂഷൻ ആവോ? മതി ടീച്ചറെ, ഇത് ശരിയാ. നിങ്ങളെല്ലാരും ബാക്കിയുള്ള ക്ലാസ് ഒക്കെ കേൾക്കുന്നുണ്ടോ? റെക്കോർഡിംഗ് ക്ലാസ് ഒക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ അതിന്റെ മുന്നേ മാറ്റി കാണിച്ച അങ്ങനെ മാറ്റാനൊന്നും ഇവന് പറ്റൂല. ഇത് ഓൾറെഡി ഷെഡ്യൂൾ ആയതല്ല. ശനിയാഴ്ച ഒന്നും അല്ലാതെ എല്ലാവർക്കും ഒക്കെയാണ്. ഇത് ഓൾറെഡി ഷെഡ്യൂൾ ചെയ്തല്ല എല്ലാവരും ഇതിനനുസരിച്ചത്. അതെ, വെള്ളിയാഴ്ച എന്ത് ചെയ്യും? വെള്ളിയാഴ്ച എന്തൊക്കെയോ എന്നും ഓരോ പ്രയാസമാണ്. ശനിയാഴ്ച ആണെങ്കിൽ നിങ്ങൾക്ക് പ്രയാസമാണ്. അന്നല്ലേ ഓരോ പരിപാടികളൊക്കെ ഉണ്ടാവുക ശനിയാഴ്ച രാത്രി, കല്യാണ സൽക്കാരൊക്കെ. എനിക്ക് വെള്ളിയാഴ്ച പ്രയാസം വരുന്നേ. വെള്ളിയാഴ്ച ആണ് എല്ലാവർക്കും ഒഴിവുണ്ടാവുക. അന്ന് വർക്കിംഗ് ഡേ ആയതുകൊണ്ട് എല്ലാവർക്കും ഒഴിവായിരിക്കും. ശനിയാഴ്ച ഞായറാഴ്ച ആണ് എല്ലാവർക്കും ഇതാവുക, കല്യാണം എല്ലാം വരുമ്പോ. ക്ലാസ് മിസ്സായ അപ്പൊ റെക്കോർഡ് ക്ലാസ് കേട്ടിട്ട് കവർ ചെയ്താൽ മതി. ഞാൻ ജസ്റ്റ് ഒന്ന് മംനൂൻ സർഫ് പറഞ്ഞിട്ട് പോവാം. ജസ്റ്റ് കൂടുതൽ എക്സ്പ്ലെയിൻ അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. ഇങ്ങനെ ഇരുന്നിട്ട് കിട്ടണല്ലോ മിസ്. ഇനിയിപ്പോ എന്നാലും നിങ്ങൾ വെറുതെ പൊഴുതൊന്ന് വായിച്ചേരി. ഈ നമ്പർ ഉള്ളത് എവിടെ ഈ പേജിലുള്ള 1 ലീ ഒരാള് വായിച്ചാൽ മതിയാ. ഞാൻ പേര് വിളിക്കുന്നതനുസരിച്ച് വായിച്ചോളി. ഫസ്റ്റ് ഇഷ TS വായിച്ചോളി. ലീ ഇഷത്ത, സോറി ആയിഷ എന്നല്ല പേര്, മറന്നുപോയി. ആയിഷത്ത. ലീ അവിടെ മാധൂത് എന്താ നോക്കി, എണ്ണപ്പെടുന്നത് എങ്ങനെയാ വന്നാ നോക്കി. അപ്പൊ നിങ്ങൾക്ക് ഇട്ട് വായിക്കാൻ. പേജ് 112. 112 പേജ് എത്ര? ഇന്ത്യയില് 150. പേജ് നമ്പർ ഞാൻ പറയാം. 4 പേജ് 150. ഫസ്റ്റ് എന്താ സീനത്ത വായിച്ചോളൂ. സീനത്ത എന്നോട് നിങ്ങൾ വായിച്ചോളി. അവിടെ മാധൂത് എന്താ നോക്കി ഞങ്ങൾക്ക് വിട്ടു. ലി അർബാ ഇഹ്വത്തിൻ. കാരണം എന്താണ് ഇഹ്വത്ത് എന്നുള്ളത്? എന്താണ്? അഹുന്റെ പ്ലൂറലാണ്, ബഹുവചനാണ്. അപ്പൊ എന്താണ്? അപ്പൊ അത് മുദക്കറാണ്. അപ്പൊ അതിന്റെ അതത് എന്തായിരിക്കണം? മുഅന്നസായിട്ട്. അപ്പൊ ലി അർബാത്തു ഇഹ്വത്തിൻ സലാസു അഖ്വാത്തിൻ. അടുത്തത് റംലത്ത് 2. എന്റെ അടുത്ത് ടെക്സ്റ്റ് ബുക്ക് ഇല്ല, ഞാൻ സ്ക്രീന് കാണുന്നില്ലല്ലോ, ഞാൻ വേറെ സ്ഥലത്തായിരുന്നു. സ്ക്രീന് കാണില്ല.
ആർക്കും കാണില്ല സ്ക്രീന്? കാണുന്നുണ്ട്. ഒരു പുറത്താണെന്ന് പറയുന്നുണ്ടല്ലോ. എന്നാ റസീന ടീച്ചർ വായിച്ചോളി. റസീന ടീച്ചർ വായിച്ചോളി. രണ്ടാമത്തെ രണ്ടാമത്തെ അല്ലേ? മുഹമ്മദുൻ ലഹു ഖംസത്തു അബ്നാഇൻ വസമാനിയു സമാനിയേ വസമാനിയൂന്ന സമാനിയീന്നോ? സമാനിയേ സമാനിയു സമാനീ പറഞ്ഞ പോരെ ടീച്ചറെ? സമാനിയെ പറഞ്ഞാ മതി, യു പറയണ്ട. അല്ല, ഒരു സുക്കുനല്ലേ കൊടുക്കണ്ടേ? സുക്കൂന് സമാനിയെ ബനാത്തി സമാനി ബനാത്തിൽ. അടുത്ത ഷൈനിത്ത 3. ഇന്തി അതത് എന്താ ഇത് മഹദൂദ് എന്താ നോക്കി? മഹദൂദ് പുല്ലിംഗം കുത്തുബുൻ. അപ്പൊ അതത് എന്തായിരിക്കണം? അപ്പൊ അതത് സ്ത്രീലിംഗം. അപ്പൊ അഷറത്തു കുത്തുബിൻ. പിന്നെ പിന്നെ സവനാണല്ലേ? സബോ മജല്ലാത്തിൻ. സബോ മജല്ലാത്തിൻ. അടുത്ത ആയിഷത്തെ വായിക്കാൻ റെഡിയായോ? 4 ഫിൽ വായിച്ച്. മുസ്തഷ്ഫ ഫിൽ മുസ്തഷ്ഫ. ഫിൽ മുസ്തഷ്ഫ തിസ്ഉ തബീബാത്തിൻ. അത് 2 6. 6. സിത്തു മുമരിലാത്തിൻ. മുമരിലാത്തിൻ. അടുത്ത സീനത്ത 5. ഇന്തി അർബാത്തു കുംസാനി. അടുത്തത് കുംസാനിൻ. അടുത്തത് റസീന ടീച്ചർ 6. ലിഹാദിഹി സയ്യാറത്തി അർബഅത്തു അബ്വാബിൻ. ലിഹാദിഹി സയ്യാറത്തി അർബഅത്തു അബ്വാബിൻ. അടുത്ത ഷൈനിത്ത. എനിക്കില്ലോ ടീച്ചറെ, എനിക്ക് ഒരു ചെറിയൊരു ഡൗട്ട്. പറഞ്ഞോളി. എന്താ ഡൗട്ട്? ടീച്ചറെ, ഒരു ചെറിയൊരു ഇതുണ്ട്, ഞാൻ അടുത്തിൽ വായിക്കാം. എന്നാ സീനത്ത വായിച്ചോളി. ഫി ഹാസിഹിൽ കലിമാത്തി ഹാദിഹിൽ കലിമാത്തി. അവിടെ ബഹുവചനാണോ? കലിമത്തി കലിമത്തി ഹംസത്തു ഹുറൂഫിൻ. ഹുറൂഫും പറഞ്ഞ എന്താണ്? അക്ഷരങ്ങൾ. ഹർഫുൻ ജമ ഹുറൂഫുൻ. അടുത്തത് സീനത്ത് അല്ല ഷറസീന ടീച്ചർ. ഈ മദ്രസത്തിന സമാനി മുദജിസാത്തി. അടുത്തത് ആയിഷത്ത 9. ഫി ബൈത്തിന അഷറത്തു റിജാലിൻ വ അഷറു നിസാഇൻ. വ അഷ്റു നിസാഇൻ. അടുത്ത ഷൈനിത്ത റെഡിയായോ? 10 വായിക്കാന്? വായിക്കാം. വഹബ അബി ഇല റിയാലി ഖബല സലാസത്തു അയ്യാമിൻ. സലാസത്തു അയ്യാമിൻ. അല്ല കബല വന്നാൽ അതിനുള്ള ശേഷം എന്തായിരിക്കണം? അപ്പൊ ജറായിരിക്കണം അല്ലേ? ആലോചിക്കാതെ വായിക്കല്ലേ. കബല സലാസത്തി അയ്യാമിൻ. ഓക്കെ, അപ്പൊ റെഡി ആയില്ല എല്ലാവർക്കും? അതത് മാതൂത് നിങ്ങൾ 3 മുതൽ 10 വരെയുള്ള ശ്രദ്ധിക്കേണ്ടത് അതതിന്റെ അടയാളം എന്താണ്, സെന്റൻസിനനുസരിച്ച് മാറുന്നുള്ളത് ആദ്യം ഓർമ്മ വേണേ. എപ്പോഴും ഒന്നായിരിക്കില്ല, സെന്റൻസിന്റെ അവസ്ഥക്ക് അനുസരിച്ച് എന്തായി മാറിക്കൊണ്ട് നിൽക്കും.
ഉം. അപ്പൊ എന്നാ നിർത്തിയാലോ നമുക്ക് ബാക്കി മറ്റേത് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. നിങ്ങൾക്ക് എല്ലാം കൂടി കൺഫ്യൂഷൻ ആവണ്ട. എന്നാ ശരി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു.